കൊച്ചി നഗരത്തിന്റെ തിടുക്കങ്ങൾക്കപ്പുറം അറബിക്കടലിൽ നിന്നടുക്കുന്ന ഉപ്പുകാറ്റിനെ സ്വാഗതം ചെയ്ത് നിൽക്കുന്ന കടലോര മേഖലയിലെ പ്രൗഢിയുള്ള ഒരു വലിയ ബംഗ്ലാവായിരുന്നു വർമ്മ ഹൗസ്. ആ പ്രദേശത്തുള്ളവർക്കെല്ലാം ആ വലിയ ബംഗ്ലാവിനോടും അതിലെ താമസക്കാരനായ വിക്രമാദിത്യൻ വർമ്മയോടും ഒരു പ്രത്യേകതരം ബഹുമാനവും അതോടൊപ്പം ഭയവുമായിരുന്നു. 6 അടിയിലധികം ഉയരം, ജിമ്മിൽ കഠിന വ്യായാമം ചെയ്ത് വീണ്ടെടുത്ത ദൃഢമായ ശരീരം, കട്ടിമീശ, എപ്പോഴും ഗൗരവം മാത്രം, തളം കെട്ടി നിൽക്കുന്ന കണ്ണുകൾ, അതായിരുന്നു വിക്രം. ബിസിനസ് ലോകത്ത് അവൻ വെറും ഒരു പേരല്ലായിരുന്നു, ഒരു പ്രഭാവമായിരുന്നു. ഷിപ്പിംഗ് കമ്പനികളും റിസോർട്ടുകളും റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യവും ഭരിക്കുന്ന വിക്രമിനെ ശത്രുക്കളും എതിരാളികളും രഹസ്യമായി വിളിച്ചിരുന്നത് അസുരൻ എന്നായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, ലക്ഷ്യം നേടാൻ ഏതറ്റവും വരെ പോകാനുള്ള മനോധൈര്യം, ഒരു തുള്ളി ദയ പോലും എതിരാളികൾക്ക് നൽകാത്ത ശൈലി, ഇതിനെ അവന് ആ പേര് ചാർത്തി കൊടുത്തു. എന്നാൽ ആ കഠിനമായ ബാഹ്യരൂപത്തിനു പിന്നിൽ ആരും കാണാത്ത ചില മുറിവുകളുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിക്രം ലോകത്തിൻ്റെ ചതിയും വഞ്ചനയും അനുഭവിച്ചാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ആരെയും പെട്ടെന്ന് വിശ്വസിക്കാനോ സ്വന്തം മനസ്സിലേക്ക് അടുപ്പിക്കാനോ അവൻ തയ്യാറായിരുന്നില്ല. ലോകത്തോട് മുഴുവൻ പോരാടാൻ അവനൊരു ഇരുമ്പ് കവചം പോലെ സ്വന്തം വ്യക്തിത്വത്തെ മാറ്റി നിർത്തിയിരുന്നു. അന്ന് വൈകുന്നേരം ആകാശത്ത് സന്ധ്യയുടെ ചുവപ്പ് പടരുന്ന സമയം. തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നെങ്കിലും വർമ്മ ഹൗസിനുള്ളിലെ അന്തരീക്ഷം അങ്ങേയറ്റം ചൂട് പിടിച്ചതായിരുന്നു. കുടുംബത്തിൻ്റെ നാഥനും വിക്രമിൻ്റെ മുത്തച്ഛനുമായ വലിയ തമ്പുരാൻ കേശവവർമ്മ സാലോണിലെ ചൂരൽ കസേരയിൽ തല കൈവച്ചിരിക്കുകയാണ്. കുടുംബത്തിലെ മറ്റു പ്രമുഖരും ബന്ധുക്കളും ചുറ്റും നിശബ്ദരായി നിൽക്കുന്നു. തൊട്ടടുത്ത് കരഞ്ഞ് കണ്ണുനീർ വറ്റിയ മുഖത്തോടെ ഭയന്ന് വിറച്ച് നിന്നിരുന്ന 22കാരി പെൺകുട്ടിയായിരുന്നു മാളവിക. കോട്ടയത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വലിയ നഗരത്തിലേക്ക് വന്ന നാട്ടിൻപുറത്തുകാരിയായിരുന്നു മാളവിക. എടുത്തു പറയാൻ സമ്പത്തോ പ്രതാപമോ ഇല്ലാത്തൊരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി. കണ്ണുകളിൽ എപ്പോഴും ഒരു നിഷ്കളങ്കതയും മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയും മാത്രമായിരുന്നു അവളുടെ സമ്പാദ്യം. വർമ്മ ഹൗസിലെ ദൂരെ എങ്ങോ ഉള്ള ഒരു ദൂരബന്ധത്തിന്റെ പേരിൽ സ്വന്തം പഠനത്തിനും ആ വീട്ടിലെ മുത്തശ്ശിയെ പരിചരിക്കാനുമായിട്ടാണ് അവൾ ആ വീട്ടിൽ എത്തിച്ചേർന്നത്. കട്ടൻ കാപ്പി നിറമുള്ള വലിയ കണ്ണുകളും നീളമുള്ള മുടിയും ഒതുക്കമുള്ള പെരുമാറ്റവുമുള്ള മാളവിക ആ വീട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ വിക്രമിൻ്റെ മുന്നിൽപ്പെടാൻ അവൾക്കെപ്പോഴും ഭയമായിരുന്നു. അവൻ വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ കാറിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അവൾ അടുക്കളയിലേക്കോ മുറിക്കുള്ളിലേക്കോ ഒളിക്കും. അവൻ്റെ ആ ഭീമാകാരമായ ശരീരവും തണുത്ത ഗൗരവമുള്ള കണ്ണുകളും അവളെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് മാളവികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റാണ് ആ വസതിയിൽ വീശിയടിച്ചത്. കുടുംബത്തിൻ്റെ പേരിനും മാനത്തിനും കളങ്കമുണ്ടാക്കുന്ന വലിയൊരു ചതി വിക്രമിൻ്റെ ഒരു ബന്ധുവിൽ നിന്ന് ആ വീട്ടിനുള്ളിൽ സംഭവിച്ചിരുന്നു. ആ നാടകീയമായ സംഭവങ്ങളുടെ ഒടുവിൽ ആരുടെയൊക്കെയോ തെറ്റുകൾക്കിരയായി തീർന്നത് മാളവികയായിരുന്നു. ആ വലിയ തറവാട്ടിൻ്റെ മാനം സംരക്ഷിക്കാനും ആ പെൺകുട്ടിയുടെ ജീവിതം തെരുവിൽ വീണു പോകാതിരിക്കാനും ഒരു വഴി മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അവളെ ആരെങ്കിലും വിവാഹം കഴിക്കുക. പക്ഷെ ആ വലിയ വീട്ടിലെ ആരും തന്നെ സ്വന്തം ലാഭനഷ്ടങ്ങൾ നോക്കി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നില്ല. എല്ലാവരും തല താഴ്ത്തി നിന്നു. മാളവികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിലത്ത് വീണു. താൻ ആരുമില്ലാത്തവളായി പോയല്ലോ എന്ന ചിന്ത അവളെ തളർത്തി. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഹാളിലേക്ക് കനത്ത ശബ്ദം കടന്നു വന്നത്. അവളുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തും. എല്ലാവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വീടിൻ്റെ വരാന്തയിൽ നിന്ന് ഹാളിലേക്ക് നടന്നു വരുന്ന വിക്രം. അവൻ്റെ കോട്ടിൻ്റെ ബട്ടണുകൾ അയഞ്ഞിരുന്നു. കണ്ണിൽ അഗ്നിജാലകൾ പകയുന്നുണ്ടായിരുന്നു. വിക്രം, നീ എന്താ ഈ പറയുന്നത്? കേശവർമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ മുത്തച്ഛ. ഈ തറവാട്ടിൻ്റെ മാനവും ഇവരുടെ ആത്മാഭിമാനവും വിൽപ്പനയ്ക്ക് വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ ഇനി വർമ്മ ഹൗസിലെ മൂത്ത മരുമകളായിരിക്കും, വിക്രമാദിത്യൻ വർമ്മയുടെ ഭാര്യ. വിക്രമിൻ്റെ വാക്കുകളിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തൊരധികാരമുണ്ടായിരുന്നു. മാളവികയ്ക്ക് വിറയ്ക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി. ആ നിമിഷം ഒരു രക്ഷകനായിട്ടാണോ അതോ സ്വന്തം ജീവിതം മുഴുവൻ കവർന്നെടുക്കാൻ പോകുന്നൊരു അസുരനായിട്ടാണോ അവൻ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ, വലിയ ആഘോഷങ്ങളോ പന്തലോ മംഗളവാദ്യങ്ങളോ ഇല്ലാതെ പൂജാമുറിയിൽ വെച്ച് കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വിക്രം മാളവികയുടെ കഴുത്തിലേക്ക് ആ മഞ്ഞച്ചരട് ചാർത്തി. അവൻ താലി കെട്ടുമ്പോൾ അവൻ്റെ കൈകളുടെ ചൂട് കഴുത്തിൽ തട്ടിയതും മാളവികയുടെ ശരീരം ഒന്നാകെ വിറച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ചുവന്ന കുങ്കുമം അണിയിച്ചു. ആ കുങ്കുമം അവളുടെ നെറ്റിയിലൂടെ താഴേക്ക് പടർന്നപ്പോൾ സ്വന്തം വിധിയെ ഓർത്തവൾ മനസ്സിൽ കരഞ്ഞു. ബന്ധുക്കളെല്ലാം പല വഴിക്കായി പിരിഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ഒരുതരം അമ്പരപ്പും ചിലരുടെ മുഖത്ത് അസൂയയും പുകയുന്നുണ്ടായിരുന്നു.
പാവപ്പെട്ട ഒരു പെൺകുട്ടി ഒറ്റ രാത്രി കൊണ്ട് വലിയ പ്രഭുക്കന്മാരുടെ സ്വത്തിൻ്റെ അവകാശിയായി മാറിയത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. രാത്രി 11 മണിയായി. വർമ്മ ഹൗസിൻ്റെ മുകളിലത്തെ നിലയിലുള്ള വിക്രമിൻ്റെ വലിയ മാസ്റ്റർ ബെഡ്റൂമിൽ മാളവിക ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. ചുവരുകളിൽ മനോഹരമായ ആധുനിക പെയിൻറ്റുകൾ, വലിയ കിങ് സൈസ് ബെഡ്, മനോഹരമായ ഇറക്കുമതി ചെയ്ത ഫർണിച്ചറുകൾ, എല്ലാം പ്രൗഢി വിളിച്ചോതുന്നവ. എന്നാൽ മാളവികയ്ക്ക് ആ മുറി ഒരു തടവറ പോലെയാണ് തോന്നിയത്. അവൾ അപ്പോഴും താലി കെട്ടിയ സമയത്ത് ഉടുത്ത ലളിതമായ പട്ടുസാരിയിലായിരുന്നു. കൈകളിൽ അണിഞ്ഞിരുന്ന ചുവന്ന വളകൾ പതുക്കെ കൂട്ടിയുരസുന്ന ശബ്ദം ആ മുറിയിലെ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾ ജനരലിൽ കട്ടിലിൻ്റെ ഒരു കോണിലേക്ക് ഒതുങ്ങി നിന്നു. മനസ്സ് നിറയെ ഭയമായിരുന്നു. ദൈവമേ, എന്താണ് എൻ്റെ ജീവിതത്തെ സംഭവിച്ചത്? ഒരു അസുരനെ പോലെ എല്ലാവരും ഭയക്കുന്ന ആ മനുഷ്യൻ്റെ ഭാര്യയായിട്ടാണോ ഞാനിനി ജീവിക്കേണ്ടത്? എന്നോട് എന്തായിരിക്കും അങ്ങേരുടെ പെരുമാറ്റം? അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് മുറിയുടെ ഡോർ ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ടത്. മാളവികയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ ശ്വാസം അടക്കിപ്പിടിച്ച് ഡോറിലേക്ക് നോക്കി. കടന്നു വന്നത് വിക്രമായിരുന്നു. അവൻ തൻ്റെ കറുത്ത കോട്ടൂരി കസേരയിലേക്കിട്ടു. ഷർട്ടിൻ്റെ മുകളിലത്തെ 2 ബട്ടണുകൾ അഴിച്ച് വാച്ചൂരി സൈഡ് ടേബിളിൽ വെച്ചു. അവൻ വളരെ തളർന്നതായി കാണപ്പെട്ടിരുന്നു. ദിവസത്തെ മുഴുവൻ മാനസിക സംഘർഷങ്ങളും അവൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു. അവൻ മുറിക്കുള്ളിലേക്ക് നടക്കുമ്പോൾ ജനലരികിൽ ഭയന്ന് വിറച്ച് നിൽക്കുന്ന മാളവികയെ കണ്ടു. കട്ടൻ കാപ്പി നിറമുള്ള വലിയ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ ചുവരോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. അവൾ തന്നെ ഭയപ്പെടുകയാണ്. വിക്രം പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോഴും മാളവിക പിന്നിലേക്ക് ഒതുങ്ങാൻ ശ്രമിച്ചു. ഒടുവിൽ അവൾക്ക് പിന്നിലേക്ക് മാറാൻ വഴിയില്ലാതായി. അവൻ അവളുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. 6 അടി ഉയരമുള്ള അവൻ്റെ കൂറ്റൻ രൂപത്തിൻ്റെ നിഴൽ അവളിൽ പൂണ്ടുകിടന്നു. അവനിൽ നിന്ന് വന്ന വില കൂടിയ പെർഫ്യൂമിൻ്റെയും സിഗരറ്റിൻ്റെയും നേർത്ത മണം ആ മുറിയിൽ പടർന്നു. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. വിക്രമിൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം മുറിയിൽ മുഴങ്ങി. അവൻ അലറി വിളിച്ചില്ല. എങ്കിലും ആ ശബ്ദത്തിലുണ്ടായിരുന്ന ഗൗരവം മാളവികയുടെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് പടർത്തി. അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ താഴേക്ക് നോക്കിക്കൊണ്ട് ഒരടി മുന്നോട്ട് വെച്ചു. വിക്രം തൻ്റെ നീളമുള്ള വിരലുകൾ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് വന്നു. ആ കണ്ണുകളിലെ ഭയം കണ്ടപ്പോൾ വിക്രമിൻ്റെ ഉള്ളിൽ ഏതോ ഒരു നേർത്ത വികാരം മലയടിച്ചു. എന്നെ കണ്ടാൽ ഒരു രാക്ഷസനെ പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? അവൻ പതുക്കെ ചോദിച്ചു. മാളവിക മറുപടി പറയാതെ തലയിരുത്തി. അവളുടെ കവിളിലൂടെ ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി വിക്രമിൻ്റെ വിരലുകളിൽ പതിച്ചു. ആ കണ്ണുനീരിൻ്റെ ചൂട് അവൻ്റെ ഹൃദയത്തിൽ തട്ടി. കേട്ടോ മാളവിക? അവൻ അവളുടെ കവിളിൽ പതുക്കെ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഈ കാണുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ അസുരനായിരിക്കും. ഈ ലോകത്തോട് പോരാടാൻ എനിക്ക് ആ രൂപം എടുത്തേ പറ്റൂ. പക്ഷേ നീ എൻ്റെ ഭാര്യയാണ്. ഈ വീട്ടിൽ, എൻ്റെ ഈ മുറിയിൽ നിനക്കെന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ. എന്നോട് ബഹുമാനം വേണം, അല്പം പേടിയുമാകാം. പക്ഷെ അതെന്നെ വെറുക്കാൻ കാരണമാകരുത്. മനസ്സിലായോ നിനക്ക്? അവൻ്റെ വാക്കുകൾ ആജ്ഞാപിക്കുന്ന പോലെ ആയിരുന്നുവെങ്കിലും അതിനുള്ളിലൊരു വിചിത്രമായ സംരക്ഷണം മാളവിക തിരിച്ചറിഞ്ഞു. അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവളോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറായിരുന്നു. പക്ഷെ അവൻ അവളുടെ സമ്മതമില്ലാതെ അവളെ തൊടുക പോലും ചെയ്തില്ല. പോയി വസ്ത്രം മാറി കിടക്കാൻ നോക്ക്. രാത്രി ഒരുപാടായി. വിക്രം കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് മാറിക്കിടന്നുകൊണ്ട് പറഞ്ഞു. മാളവിക പതുക്കെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. വസ്ത്രം മാറി തിരികെ വന്നപ്പോൾ വിക്രം കണ്ണുകൾ അടച്ച് കട്ടിലേക്ക് കിടക്കുകയായിരുന്നു. അവൻ ഉറങ്ങിയോ ഇല്ലയോ എന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു. അവൾ കട്ടിലിൻ്റെ മറുഭാഗത്ത് അവൻ അറിയാത്ത വിധം പരമാവധി അകലം പാലിച്ചു കിടന്നു. രാത്രിയുടെ നിശബ്ദതയിൽ പുറത്ത് കടലിരുമ്പുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. മാളവിക കട്ടിലേക്ക് കിടന്ന് വിക്രമിൻ്റെ പുറകുവശത്തേക്ക് നോക്കി. വിശാലമായ ആ തോൾപ്പലകയും ഉറച്ച ശരീരവും കാണുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. പുറമെ അസുരനെ പോലെ തോന്നുമെങ്കിലും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കനലല്ല, മറിച്ച് തനിക്കായി മാറ്റിവെച്ച വലിയൊരു സംരക്ഷണത്തിൻ്റെ തണലുണ്ട്. ആ ചിന്തയോടെ ജീവിതത്തിൽ ആദ്യമായി ഒരു സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് മാളവിക കണ്ണുകളടച്ചു. വിവാഹം കഴിഞ്ഞ് ആഴ്ചകൾ കൊഴിഞ്ഞുപോയി. വർമ്മ ഹൗസിലെ ദിനചര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ലെങ്കിലും ആ വലിയ ബംഗ്ലാവിനുള്ളിലെ മാനസികാന്തരീക്ഷത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരുന്നു. തുടക്കത്തിൽ വിക്രമിനോട് തോന്നിയിരുന്ന ഭയവും അകൽച്ചയും മാളവികയുടെ മനസ്സിൽ നിന്ന് പതുക്കെ മാഞ്ഞു തുടങ്ങി. ബാഹ്യ ലോകത്തിന് വിക്രം എന്നും ദയയില്ലാത്ത അസുരൻ തന്നെയായിരുന്നു. ബിസിനസ്സിലെ എതിരാളികളെ ദാക്ഷിണ്യമില്ലാതെ തകർത്ത് കളയുന്ന, ജീവനക്കാർക്ക് മുന്നിൽ ഒരക്ഷരം തെറ്റിയാൽ അലറി വിളിക്കുന്ന അതേ വിക്രം തന്നെ. എന്നാൽ സ്വന്തം മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ എത്തുമ്പോൾ അവൻ മാളവികയ്ക്ക് മുന്നിൽ തികച്ചും വ്യത്യസ്തനായൊരു മനുഷ്യനായി മാറി.
അവൾ ചോദിക്കാതെ തന്നെ അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അവൻ കണ്ടറിഞ്ഞു. അവൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളും ഡ്രസ്സുകളും അവൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കും. രാത്രിയിൽ അവൻ വൈകി വരുമ്പോൾ അത്താഴം കഴിക്കാതെ കട്ടിലിൽ വീഴുന്ന മാളവികയെ ഉണർത്താതെ പതുക്കെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി പുതപ്പിച്ച് മൂടുന്ന വിക്രമിൻ്റെ കൈകളിലെ ആർദ്രത അവൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നു. ആ ഗൗരവക്കാരനായ മനുഷ്യൻ തന്നോട് കാണിക്കുന്ന അപാരമായ കരുതലിലും സ്നേഹത്തിലും മാളവികയുടെ മനസ്സ് പൂത്തെളിഞ്ഞു. അവൾ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങി. വിക്രമിൻ്റെ ഒരു ചെറിയ പുഞ്ചിരി പോലും അവളുടെ ദിവസത്തെ മനോഹരമാക്കി മാറ്റി. വിക്രമാകട്ടെ സ്വന്തം ജീവിതത്തിലെ കറുത്ത ഏടുകൾക്ക് മുകളിൽ മാളവിക തളിച്ച ആ നിഷ്കളങ്കമായ വെളിച്ചത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നാൽ ഈ സമാധാനം അധികം നാൾ നീണ്ടു നിന്നില്ല. വിക്രമിൻ്റെ ബിസിനസ് വളർച്ചയിലും അവൻ പട്ടിപ്പണി എടുത്തുണ്ടാക്കിയ സ്വത്തുക്കളിലും അസൂയ പൂണ്ട ചില ശത്രുക്കൾ കൊച്ചി നഗരത്തിൽ പുകയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം വിക്രം കൈക്കലാക്കിയ കോടികളുടെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കോൺട്രാക്റ്റ് നഷ്ടപ്പെട്ട ഡിക്രോസ് ഗ്രൂപ്പ്. ഡിക്രോസിൻ്റെ ഉടമ ജോസഫ് ഡിക്രോസ് വിക്രമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ അവസരം പൂർത്തിയിരിക്കുകയായിരുന്നുവെന്ന് നിയമപരമായി വിക്രമിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജോസഫ് അവനെ ശാരീരികമായി ഇല്ലാതാക്കാൻ തന്നെ പദ്ധതിയിട്ടു. അന്നൊരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. കൊച്ചിയിലെ പുതിയ പ്രൊജക്റ്റിൻ്റെ മീറ്റിംഗും കഴിഞ്ഞ് വിക്രമും അവൻ്റെ ടീമും അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ രാഹുലും കൂടി കറുത്ത ഔഡി കാറിൽ മടങ്ങുകയായിരുന്നു. സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ദേശീയപാതയിൽ വലിയ തിരക്കില്ലായിരുന്നു. തെരുവ് വിളക്കുകളുടെ വെളിച്ചത്തിൽ കാർ മുന്നോട്ട് പാഞ്ഞു. വണ്ടി ഓടിച്ചിരുന്നത് രാഹുലായിരുന്നു. പാസഞ്ചർ സീറ്റിൽ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു വിക്രം, നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പുതിയ കണ്ടെയ്നർ ടെർമിനൽ വർക്ക് പൂർത്തിയാക്കാൻ പറ്റും. രാഹുൽ റോഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ബാക്കപ്പ് പ്ലാനുകൾ കറക്റ്റ് ആയിരിക്കണം രാഹുൽ. നമ്മളെ വീഴ്ത്താൻ പുറത്ത് കുറേ പേർ കാത്തിരിക്കുന്നുണ്ട്. വിക്രം ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. പെട്ടെന്നാണ് വിജനമായ ഹൈവേയിൽ പുറകിൽ നിന്ന് അമിത വേഗതയിൽ ഒരു വാഹനം വരുന്ന ശബ്ദം കേട്ടത്. രാഹുൽ സൈഡ് മിററിലേക്ക് നോക്കി. ഒഴിഞ്ഞ ഹൈവേയിലൂടെ ലൈറ്റുകൾ ഡിം ചെയ്യാതെ ഒരു വലിയ പെട്രോൾ ടാങ്കർ ലോറി അവരുടെ കാറിന് തൊട്ടു പിറകെ പാഞ്ഞു വരികയാണ്. ഇവൻ ആര്? ഈ രാത്രിയിൽ വണ്ടി അടുപ്പിച്ച് കൊല്ലാൻ നടക്കുകയാണ്, രാഹുൽ അസ്വസ്ഥനായി പറഞ്ഞു. അവൻ ഇൻഡിക്കേറ്റർ ഇട്ട് കാർ ഇടതുവശത്തേക്ക് മാറ്റിക്കൊടുത്തു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, കാറിനെ മറികടന്ന് പോകേണ്ട ലോറി കാറിന് നേരെ സ്റ്റിയറിംഗ് തിരിയുകയാണ് ചെയ്തത്. വിക്രം, പുറകിലെ ലോറി നമ്മളെ ഹിറ്റ് ചെയ്യാൻ നോക്കുകയാണ്, രാഹുൽ പരിഭ്രാന്തിയോടെ നിലവിളിച്ചു. വിക്രം നിമിഷ നേരം കൊണ്ട് ലാപ്ടോപ്പ് മാറ്റി വെച്ച് പുറകോട്ട് നോക്കി. ലോറിയുടെ വേഗത ഓരോ നിമിഷം കൂടിക്കൂടി വരികയായിരുന്നു. അതൊരു സാധാരണ ഡ്രൈവറുടെ അശ്രദ്ധയായിരുന്നില്ല. വിക്രമിനെയും രാഹുലിനെയും കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. രാഹുൽ ആക്സിലേറ്റർ ചവിട്ടി. ആക്സിലേറ്ററിൽ വിക്രം ഗർജിച്ചു. രാഹുൽ സർവ്വശക്തിയും എടുത്ത് ഗ്യാസ് പെഡൽ അമർത്തി. കാർ കുതിച്ചു പാഞ്ഞു. എന്നാൽ ലോറി കൂടുതൽ വേഗതയിൽ അവരുടെ കാറിൻ്റെ പിൻഭാഗത്തേക്ക് വന്ന് ശക്തമായി ഇടിച്ചു. കാർ റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് വഴുതി മാറി. വിക്രം രാഹുലിൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ നിന്ന് വഴുതി. സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് കട്ടി. വേഗം! വിക്രം തക്ക സമയത്ത് ചാടി വീണ് സ്റ്റിയറിംഗ് വശത്തേക്ക് തിരിഞ്ഞു. വലിയൊരു വിറയലോടെ ടയറുകൾ റോഡിലൊരു പുകയുയർത്തിക്കൊണ്ട് കാർ കൺട്രോൾ തെറ്റി റോഡരികിൽ ഒരു വലിയ വശങ്ങളിലേക്ക് ഇടിച്ചു നിന്നു. എയർ ബാഗുകൾ നിമിഷ നേരം കൊണ്ട് നിവർന്നു വന്നു. അത്രയും വലിയൊരു ഇടിയിൽ തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത്. കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരുന്നു. ലോറിയാകട്ടെ നിർത്തിയില്ല. അവർ ഇടിച്ച് തെറിച്ചു വീണതും ഇരുട്ടിലെ അമിത വേഗതയിൽ പാഞ്ഞുപോയി മറിഞ്ഞു. വിക്രം തകർന്നു പോയ ഡോർ ശക്തിയായി ചവിട്ടി തുറന്ന് പുറത്തേക്കിറങ്ങി. അവൻ നെറ്റിയിൽ കൈവച്ചു. ഗ്ലാസിൻ്റെ കഷ്ണങ്ങൾ തട്ടി നെറ്റിയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. വലത് കൈയിൽ നല്ല പരിക്കുണ്ടായിരുന്നു. രാഹുൽ, ഡ്യൂഡ്, നീ ഓക്കെയാണോ? വിക്രം രാഹുലിൻ്റെ വാതിൽ തുറന്ന് അവനെ പുറത്തെടുത്തു. രാഹുലിന് നിസ്സാര പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ശ്വാസം എടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് റോഡിലേക്ക് നോക്കി. അവന്മാർ നമ്മളെ എയിം ചെയ്ത് വന്നതാണ് വിക്രം, ആക്സിഡൻറ്റിനായിരുന്നില്ലത്, രാഹുൽ മൂച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയാം. വിക്രമിൻ്റെ കണ്ണുകളിൽ ചോരപ്പോരാട്ടത്തിൻ്റെ വീര്യം നിറഞ്ഞു. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പാഞ്ഞുപോയ ലോറിയുടെ മങ്ങിയ നമ്പർ പ്ലേറ്റിൻ്റെ ചിത്രം മനസ്സിൽ കുറിച്ചിട്ടു. ആരാണത് പിന്നിലെന്ന് എനിക്കറിയാം. ഡിക്രോസിനെ ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തുള്ള ആശുപത്രിയിൽ പോയി പ്രാഥമിക ശുശ്രൂഷകൾ നടത്തി നെറ്റിയിൽ ഡ്രസ്സിങ്ങും കയ്യിൽ ബാൻഡേജും ഇട്ട ശേഷമാണ് വിക്രം വീട്ടിലേക്ക് തിരിച്ചത്. സമയം പുലർച്ചെ 2 മണിയോടടുത്തിരുന്നു. വർമ്മ ഹൗസിൽ ഉമ്മറത്തെ ലൈറ്റുകൾ അപ്പോഴും പ്രകാശിക്കുന്നുണ്ടായിരുന്നു. വിക്രം വീട്ടിലെത്താഞ്ഞിട്ട് മാളവികയ്ക്ക് ഉറക്കം വന്നിരുന്നില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പൂമുഖത്തെ സോഫയിലിരുന്ന് ക്ലോക്കിലേക്ക് നോക്കി. ഓരോ നിമിഷവും അവൾ ഭയത്തോടെ തള്ളി നീക്കിയത്. പെട്ടെന്നാണ് പുറത്ത് മറ്റൊരു കാർ വന്നിരുന്ന ശബ്ദം കേട്ടത്. മാളവിക ധൃതിയിൽ എഴുന്നേറ്റ് വാതിൽ തുറന്നു. വിക്രം ഉള്ളിലേക്ക് കടന്നു വന്നു. അവനെ കണ്ടത് മാളവികയുടെ നെഞ്ചിലൊരു ഇടിമിന്നൽ വെട്ടി.
നെറ്റിയിൽ വലിയൊരു പ്ലാസ്റ്റർ, വലതു കൈയിൽ വെളുത്ത ബാൻഡേജ്, ഷർട്ടിൽ ചോരപ്പാടുകൾ. അവളുടെ കയ്യിലിരുന്ന വാട്ടർ ഗ്ലാസ് താഴെ വീണ് തകർന്നു. വിക്രമേട്ടാ! ഒരു നിമിഷം പോലും യോജിക്കാതെ അവൾ ഓടിച്ചെന്നവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ കൈകൾ അവനെ വരിഞ്ഞു മുറുക്കി. ശരീരം ഒന്നാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ എന്താ സംഭവിച്ചത്? ദൈവമേ, നിങ്ങൾക്ക് എന്തു പറ്റി? അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. വിക്രം തൻ്റെ ഇടത് കൈ കൊണ്ട് അവളെ ചേർത്തണച്ചു. അവളുടെ അലമുറയിട്ടുള്ള കരച്ചിൽ അവൻ്റെ ഹൃദയത്തിൽ പിടിച്ചുവലിച്ചു. ഇതുവരെ ഈ ലോകത്ത് തനിക്കായി കണ്ണീരൊഴുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം ശരീരത്തിൽ ചോര പൊടിയുമ്പോൾ പതറാത്ത അസുരൻ തൻ്റെ പെണ്ണിൻ്റെ കണ്ണീരിന് മുന്നിൽ പതറിപ്പോയി. മാളു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എനിക്കൊന്നുമില്ലടോ. അവൻ അവളുടെ താടിക്ക് പിടിച്ച് മുഖമുയർത്തി. ഒന്നുമില്ലെന്നോ? തലയിലും കയ്യിലും ബാൻഡേജ് ഇട്ടിട്ടാണോ ഒന്നുമില്ലെന്ന് പറയുന്നത്? വല്ല കാറാപാടോ സംഭവിച്ചതാണോ? അവൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. ചെറിയൊരു തട്ടലും മുട്ടലും. ഒരു ലോറി വന്ന് തട്ടിയതാ. ഈ അസുരനെ അത്ര എളുപ്പത്തിൽ ആർക്കും വീഴ്ത്താൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? അവൻ തമാശ രൂപേണ അവളുടെ കണ്ണീർ തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. ലോറിയോ? മാളവിക ഭയത്തോടെ നെഞ്ച് കൈവച്ചു. എന്നിട്ടാണോ ഇത്ര നിസ്സാരമായി പറയുന്നത്? എന്തെങ്കിലും വലിയ അപകടം പറ്റിയിരുന്നെങ്കിലോ? ഞാൻ പിന്നെ എന്ത് ചെയ്തേനെ? അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചരിഞ്ഞു കരഞ്ഞു. വിക്രം അവളെ പതുക്കെ കോരിയെടുത്തു. വാ, മുറിയിലേക്ക് വാ. അവൻ അവളെയും കൊണ്ട് മുകളിലത്തെ മുറിയിലെത്തി കട്ടിലിരുത്തി. മാളവിക അവനെ വിടാതെ തന്നെ അവൻ കൂടെ തന്നെ ഇരുന്നു. അവൾ അവൻ്റെ കയ്യിലെ മുറിവിൽ പതുക്കെ തൊട്ടു നോക്കി. വലിയ വേദനയുണ്ട് വിക്രമേട്ട. നിൻ്റെ ഈ കണ്ണീര് വീഴുമ്പോൾ ആ വേദനയൊക്കെ മാഞ്ഞു പോകുന്നുണ്ട് മോളു, അവൻ സത്യസന്ധമായി പറഞ്ഞു. ആ രാത്രി അവൾ അവനെ വിട്ടുമാറിയില്ല. അവൻ്റെ നെഞ്ചെ തലവെച്ച് അവൻ്റെ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് അവൾ കിടന്നു. വിക്രം തൻ്റെ ഇടതു കൈ കൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവർക്കിടയിൽ പ്രണയത്തിൻ്റെ പുതിയൊരു ഭാഷ പിറവിയെടുക്കുകയായിരുന്നു. തങ്ങളുടെ വിവാഹം യാതൊരു ആഘോഷവും ഇല്ലാതെയാണ് നടന്ന ബോധ്യം ആ നിമിഷം വിക്രമിനുണ്ടായി. മാളു, അവൻ അവളുടെ മുടിയിഴകളെ തലോടിക്കൊണ്ട് വിളിച്ചു. നമുക്കൊരു വലിയ ഫംഗ്ഷൻ വെച്ചാലോ? നമ്മുടെ ഓഫീസിലെ എല്ലാവരെയും, നമുക്കറിയാവുന്ന എല്ലാവരെയും വിളിച്ചൊരു വലിയ വെഡ്ഡിങ് റിസപ്ഷൻ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ എൻ്റെ ഭാര്യയെ എനിക്ക് പരിചയപ്പെടുത്തണം. എന്താ നിൻ്റെ അഭിപ്രായം? മാളവിക അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയവും ബഹുമാനവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് വിക്രമേട്ടന് കൂടെ നിൽക്കാൻ കിട്ടുന്ന ഏത് നിമിഷവും സന്തോഷമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടത്താം. അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. സൂര്യൻ ഉദിച്ചുയരുമ്പോഴും അപകടത്തിൻ്റെ അഗാധങ്ങൾക്കിടയിലും ആ മുറിയിൽ പ്രണയത്തിൻ്റെ തണുത്ത കാറ്റടിച്ചു. വിക്രമിൻ്റെ ഓഫീസിലെ അന്തരീക്ഷം എന്നും അല്പം കടുപ്പമുള്ളതായിരുന്നു. എന്നാൽ അതിനിടയിലും അവിടെ ഒരു കൊച്ചു പ്രണയകഥ പതുക്കെ വേരുറപ്പിച്ചു. വിക്രമിൻ്റെ കമ്പനിയിലെ പുതിയ സെയിൽസ് മാനേജർ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ് വിനീത് എന്ന ചെറുപ്പക്കാരൻ. വിനീതിൻ്റെ കാമുകിയാണ് അനഘ. അനഘയുടെ ജ്യേഷ്ഠൻ ഹരി ആകട്ടെ വിക്രമിൻ്റെ ഓഫീസിലെ ഏറ്റവും വിശ്വസ്തനും സത്യസന്ധനുമായ ജീവനക്കാരനാണ്. ഹരിയുടെ കണ്ണു വെട്ടിയാണ് വിനീതും അനഘയും പ്രണയിക്കുന്നത്. വിനീതിൻ്റെ കരിയർ സെറ്റിലായാൽ മാത്രമേ വീട്ടിൽ കാര്യം അവതരിപ്പിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലായിരുന്നു അനഘ. അതുകൊണ്ട് തന്നെ നാളത്തെ ഇൻ്റർവ്യൂ വിനീതിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഇൻ്റർവ്യൂവിന് തലേന്ന് രാത്രി അസ്വസ്ഥതയോടെ വിനീത് അനഘയെ ഫോണിൽ വിളിച്ചു. അനഘ, നീ എപ്പോഴും ജോലിക്കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയോ? എനിക്ക് നിന്നെ ശരിക്കും കിട്ടുമോ എന്നൊരു പേടി ഇപ്പോഴുമുണ്ട്. നിനക്ക് എന്നോട് ഒരല്പം പോലും സ്നേഹമില്ലേ? വിനീതത്തിൻ്റെ ശബ്ദത്തിൽ വിഷമം നിറഞ്ഞിരുന്നു. വിനീത് എന്തൊക്കെ ഈ രാത്രി വിളിച്ച് ചോദിക്കുന്നത്? ഏട്ടൻ ഇപ്പോഴും പുറത്താണ്. എനിക്ക് നിന്നെ ജീവനാണെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ? അനഘയുടെ ശബ്ദമിടറി. എങ്കിൽ പിന്നെ നാളെ ഈ ജോലിക്കായി ഞാൻ ഇൻ്റർവ്യൂവിന് പോകണോ? ഞാൻ വന്ന് നിൻ്റെ വീട്ടിൽ നേരിട്ട് സംസാരിക്കട്ടെ? വിനീത് വെല്ലുവിളിയുടെ സ്വരത്തിൽ ചോദിച്ചു. വേണ്ട വിനീത്, അങ്ങനെ ചെയ്താൽ ഏട്ടൻ നമ്മളെ ജീവനോടെ വെക്കില്ല. നാളത്തെ ഇൻ്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യും. ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാം. അനഘ പരിഭ്രാന്തിയോടെ ഫോൺ കട്ട് ചെയ്തു. അനഘയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയമായിരുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ അന്തസ്സും ചേട്ടൻ്റെ വിശ്വാസവും തകർക്കാൻ അവൾക്കാവുമായിരുന്നില്ല. അതേസമയം വിനീതിനെ നഷ്ടപ്പെടുത്താൻ അവൾക്ക് കഴിയുകയുമില്ല. തലയിണയും മുഖമമർത്തി അവൾ ആ രാത്രി മുഴുവൻ കരഞ്ഞു തീർത്തു. അടുത്ത ദിവസം രാവിലെ കൊച്ചിയിലെ വലിയ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ കോൺഫറൻസ് റൂം മേശപ്പുറത്ത് ഇൻ്റർവ്യൂവിനുള്ള ഫയലുകളുമായി വിനീത് വന്നിരുന്നു. മുന്നിൽ സാക്ഷാൽ വിക്രമാദിത്യൻ വർമ്മയും ഒപ്പം ഹരിയുമുണ്ട്. വിക്രമിൻ്റെ മുന്നിലിരിക്കുമ്പോൾ വിനീതിൻ്റെ കൈകാലുകൾ വിറച്ചു. എന്നാൽ തനിക്ക് ജോലി ലഭിച്ചേ തീരൂ എന്ന വാശിയിൽ അവനിൽ ആത്മവിശ്വാസം നിറച്ചു. വിനീതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അതിലുപരി അവൻ്റെ സംസാരത്തിലെ ആത്മാർത്ഥതയും വിക്രമിന് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു മിസ്റ്റർ വിക്രം. വെൽക്കം ടു ദി വിക്രം.
വെൽക്കം ടു ദി ടീം. വിക്രം തൻ്റെ കറുത്ത പേന നീട്ടിക്കൊണ്ട് പറഞ്ഞു. വിനീതിൻ്റെ സന്തോഷം അടക്കി വെക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവൻ നന്ദി പറഞ്ഞ് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഹരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് അനഘയായിരുന്നു. ഹരി ഫോൺ എടുത്ത് സംസാരിച്ച ശേഷം വിനീതിനെ നോക്കി പുഞ്ചിരിച്ചു. വിനീത്, അനഘ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹവും സത്യസന്ധതയും എനിക്ക് മനസ്സിലായി. ഈ ജോലിയും അവൾ നിനക്ക് സ്വന്തമാണ്. ആ നിമിഷം വിനീത് ആകാശത്ത് പറക്കുന്നത് പോലെ തോന്നി. അവൻ ഉടൻ തന്നെ അനഘയെ വിളിച്ച് സന്തോഷ വാർത്ത പങ്കുവച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞു. അതേസമയം വർമ്മ ഹൗസിൽ വലിയൊരു ആഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു. എല്ലാവരും വിക്രമിൻ്റെയും മാളവികയുടെയും വെഡ്ഡിംഗ് റിസപ്ഷൻ ആ കൊച്ചി കൺവെൻഷൻ സെൻറ്ററിൽ വളരെ ആർഭാടമായി നടക്കുകയാണ്. നഗരത്തിലെ പ്രമുഖരെല്ലാം ആ ചടങ്ങിനെത്തിയിരുന്നു. കടും ചുവപ്പ് ഡിസൈനർ സാരിയിൽ ദേവതയെപ്പോലെ സുന്ദരിയായി മാളവിക വേദിയിൽ നിന്നു. അവളുടെ അരികിൽ കറുത്ത ടെക്സൈറ്റോ സൂട്ടിൽ രാജകീയ ഗൗരവത്തോടെ വിക്രമാദിത്യൻ വർമ്മി. ആളുകളുടെ ഒച്ചപ്പാടുകൾക്കും ക്യാമറ ഫ്ലാഷുകൾക്കുമിടയിൽ വിക്രം പതുക്കെ മാളവികയുടെ കൈകളെ തൻ്റെ കൈകൾ കോർത്തു പിടിച്ചു. എല്ലാവരും എന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അസുരൻ എന്നാണ് വിളിക്കുന്നത് മാളു. പക്ഷേ അസുരൻ്റെ ലോകം മുഴുവൻ ഇപ്പോൾ ഈ മാലാഖയുടെ ഉള്ളിലാണ്. വിക്രം അവളുടെ കാതിൽ മൃദുവായി മന്ത്രിച്ചു. മാളവിക നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. പുറമേ കാണുന്ന കാഠിന്യത്തിനപ്പുറം തന്നെ ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരു അപൂർവ മനുഷ്യനെ ജീവിത സഖിയായി ലഭിച്ച ആത്മനിർവൃതിയിൽ അവൾ കണ്ണുകൾ അടച്ചു. ചുറ്റുമുള്ള പ്രകാശവും സ്നേഹവും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ അവരുടെ പ്രണയകഥ അവിടെ പൂർണ്ണത പ്രാപിക്കുകയായിരുന്നു.